أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകം ശ്രദ്ധിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ വിജയം പ്രതീക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ വിജയം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത്തരം അടയാളങ്ങൾ നമ്മുടെ ജീവിതവുമായി കൊണ്ട് തുലനം ചെയ്തു നോക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു വന്നത്. നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമോ? ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമങ്ങളും കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ വിജയം ലഭിക്കണമെങ്കിൽ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളത് എളുപ്പമായി തീരുന്നുണ്ടോ? അതല്ല, നമുക്ക് പ്രയാസകരമായി കൊണ്ടാണോ അനുഭവപ്പെടുന്നത്? ജീവിതത്തിൻ്റെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു കർമ്മങ്ങളിലും, അള്ളാഹുവിനെ ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമുക്കൊരു ഭാരമാണോ പ്രയാസമാണോ എന്നുള്ളത് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവരായി നമ്മൾ സ്വാഭാവികമായി കൊണ്ട് മാറുന്നവരാണോ?
വെറും പകർത്തൽ മാത്രമല്ല, സ്വയം ചെയ്തുകൊണ്ട് സ്വാഭാവികമായി കൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ വിജയത്തിൻ്റെ അടയാളമായി കൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുക. എനിക്കത് തോന്നുന്നുണ്ടോ, ആരെങ്കിലും കൽപ്പിച്ചത് കൊണ്ടോ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടോ അല്ല ഞാൻ പ്രവാചകന്റെ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. മറിച്ച് അത് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചു തന്നത് സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫഖദ് ഫാസ, അല്ലെങ്കിൽ നജ, അവൻ വിജയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ, പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ഒരായത്താണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കാണേണ്ടി വരും, യൗമുൽ ആഖിറത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായൊരു മാതൃകയുണ്ട്. നമ്മൾ ആലോചിക്കണം, യഥാർത്ഥ സുന്നികളാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അത് പുലർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ പ്രവാചകനുമായി കൊണ്ട് പ്രവാചകന്റെ അനുധാവനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ആത്മവിചാരണ നടത്തേണ്ടതുണ്ട് കൂട്ടരെ. ആ പ്രവാചകന്റെ സുന്നത്ത് എൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കണം. നമ്മൾ യഥാർത്ഥ സുന്നികളാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ അവകാശപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ സുന്നത്തിനെ വിവക്ഷയായിക്കൊണ്ട് പഠിച്ചതെന്താ? അത് സുന്നത്തല്ലേ എന്നൊരർത്ഥത്തിൽ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് നമ്മൾ പ്രവാചകന്റെ സുന്നത്തിനെ പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ സുന്നത്തിനോട് നമുക്ക് അത്ര താല്പര്യവും അത്ര ഇമ്പവും ഒന്നും നമുക്ക് അനുഭവപ്പെടാത്തത്. നിർബന്ധമില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഭാഷാപരമായിക്കൊണ്ട് നിർബന്ധമില്ല, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല എന്നൊക്കെ നമ്മൾ അതിനെ ഭാഷാപരമായിക്കൊണ്ട്, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഫർള് സുന്നത്തുമായി കൊണ്ടൊക്കെ വേർതിരിച്ചു തന്നിട്ടുള്ളത്. അതിൻ്റെ ആത്മീയ തലത്തിലൂടെ നമ്മൾ സുന്നത്തിനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കേവലം ഒരു സുന്നത്തായിക്കൊണ്ട് ആ ഒരു ലാഘവത്തോടു കൂടി നമ്മൾ അതിനെ കാണരുത്. അതല്ലാതെ ജീവിതചര്യയിൽ അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് പിൻപറ്റാൻ സാധിക്കാതെ പോകുക എന്ന് പറയുന്നത് എത്രയോ ഖേദകരമാണ് സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ. ആ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് വല്ലാത്ത ഖേദകരമായ അവസ്ഥയാണ്. നമ്മുടെ റോൾ മോഡൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് മോഡൽ എന്ന് നാം പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നവരാ. നമ്മളത് സാക്ഷ്യം വഹിക്കുന്നവരാ. ആ സാക്ഷ്യം വഹിക്കൽ കേവലം ഒരു നാവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തണം നമ്മൾ. അപ്പോഴേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ സാധ്യമാവുകയുള്ളൂ. ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആ പ്രവാചകനെ ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ. നവാഫിൽ എന്ന് പറഞ്ഞാൽ സുന്നത്തായ കർമ്മങ്ങൾക്കാണ് നവാഫിൽ എന്ന് പറയുക. എൻ്റെ അടിമ
സുന്നത്ത് കൊണ്ട് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. എന്റെ അടിമ പ്രവാചകന്റെ സുന്നത്തുകളോട് അവൻ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ആ സുന്നത്തിനെ അവൻ പിന്തുടർന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ എന്നോടടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫൈദാ അഹ്ബഹ്തു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്നത് ഞാനായിത്തീരും. അവൻ കേൾക്കുന്നത്, അവന്റെ കേൾവി ഞാനായിത്തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവൻ കേൾക്കുകയില്ല. അവൻ കേൾക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്നത് അല്ലാഹു കാണുന്നത് പോലെയായിരിക്കും. അവൻ കാണുന്നത്, അവന്റെ കണ്ണ് എന്ന് പറയുന്നത് ഞാനായിരിക്കും എന്നുള്ളതാണ്. അഥവാ അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ അവൻ കാണുകയുള്ളൂ. അല്ലാത്തത് കാണുമ്പോൾ അവന്റെ മുഖം അവൻ തിരിച്ചിരിക്കും. ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തെ അവൻ തിരിച്ചിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി എടുത്തു പറഞ്ഞു, വയദഹുല്ലതി യബ്തശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടതേ അവൻ തൊടുകയുള്ളൂ. അല്ലാഹു വെറുത്തതൊന്നും അവൻ പിടിക്കുവാൻ പോവുകയില്ല, അവൻ സ്പർശിക്കുവാൻ പോവുകയില്ല. വരിജ്ലഹുല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുണ്ടല്ലോ അത് ഞാനായിത്തീരും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവൻ നടക്കുകയുള്ളൂ, അല്ലാത്ത സ്ഥലത്ത് നിന്ന് അവൻ തിരിഞ്ഞു പോരുന്നവനായിരിക്കും. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നത്? അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരിക, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അതൊരു അടയാളമാണ് കൂട്ടരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സഅലനി ലഉഅതിയന്നഹു, ഇത്തരത്തിൽ ഒരുത്തൻ എന്നോട് അവൻ അടുത്തു കഴിഞ്ഞാൽ, എന്നോട് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലഉഅതിയന്നഹു, ഭാഷാപരമായി കൊണ്ട് ശക്തമായി കൊണ്ട് ആ പദമല്ലാതെ ഇനി പറയാനില്ല, ലഉഅതിയന്നഹു, ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു വിശ്വാസി അള്ളാഹുവിനോട് അവൻ ചോദിക്കുകയാണ്, ലഉഅതിയന്നഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവൻ ചോദിക്കുന്നത് അത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഅദ്ദിബന്നഹു, അവൻ എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാ. പ്രവാചകന്റെ സുന്നത്തിനെ കേവലം ഒരു സുന്നത്തായിക്കൊണ്ട് നമ്മൾ കണ്ടാ പോരാ. നമ്മളൊക്കെ നേരത്തെ ഒരു നിർവചനം പഠിച്ചു വെച്ചു, എന്ത് ചെയ്താ കൂലിയുള്ളതാ, ചെയ്തിട്ടില്ലേ അള്ളാന്റെ അടുക്കൽ ശിക്ഷയൊന്നുമില്ല എന്ന്. ആ ലാഘവത്തോടു കൂടി നമ്മൾ സുന്നത്തിനെ കണ്ടിട്ടാ നമ്മൾ ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നോക്കി, അള്ളാഹുവിലേക്ക് അടുത്ത് നോക്കി, നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി, അള്ളാഹ് നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരും. അള്ളാഹിനോട് നിങ്ങൾ കാവൽ ചോദിച്ചോളി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാവൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു ദറജയിലേക്ക് നമ്മൾ എത്തേണ്ടേ. അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഈ അടയാളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതില്ലേ? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൻ നൂറിലെ 51, 52 വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും. വിശ്വാസികൾ ആരായിരിക്കണം എന്നറിയുമോ? അല്ലാഹും റസൂലും അവനെ വിളിച്ചു, എന്നിട്ട് അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ അയ്യഖൂലു, അവൻ പറഞ്ഞേക്കണം സമിഅനാ. അല്ലാഹും പ്രവാചകനും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലാഹും പ്രവാചകനും നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി പിന്നെ പറയേണ്ട വാചകം എന്താണ്? സമിഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, വഅതഅനാ, ഞങ്ങളത് പിൻപറ്റിക്കൊണ്ട്, ഞങ്ങളത് കേട്ടു, ഞങ്ങളത് അനുസരിക്കും.
സമീഅന, ഞങ്ങളത് കേട്ടു. വ അത്തഅന, കേട്ടത് മാത്രമല്ല, അതെന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തും, അത് ഞാൻ അനുസരിക്കും. അങ്ങനെ അനുസരിച്ചവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കേ വിജയം നൽകുകയുള്ളൂ. അള്ളാന്റെ സുന്നത്തല്ലേ എന്നൊരു ലാഘവത്തോട് കാണേണ്ടതല്ല. അത് കേട്ടിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്? പകർത്തണം. സമീഅന, ഞാനത് കേട്ടിട്ടുണ്ട്. വ അത്തഅന, ഞാനത് അനുസരിക്കും. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബാക്കളൊക്കെ. അള്ളാന്റെ പ്രവാചകൻ എന്ത് കൽപ്പിക്കുന്നു അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു, മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്തുവോ, വയഖ്ശല്ലാഹ വയത്തഖീ, അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നുവോ, ഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ, അവരേ വിജയിച്ചവരുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയാ, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ഫർളായതും സുന്നത്തുമായ എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി നമ്മൾ അനുസരിക്കുക. അങ്ങനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയം നേടിയവർ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിജയം നേടിയവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്തണ്ട ഈ ഒരു ദറജയിലേക്ക്, അള്ളാഹുവിന്റെ സുന്നത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം കൂട്ടരെ. അതാണ് അടയാളം. സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിരോധമല്ല വേണ്ടത്, സുന്നത്ത് ചെയ്യുന്നവരോടും വിരോധമല്ല വേണ്ടത്. ആ സുന്നത്തിനോട് നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. സമിഅന, ഞാൻ കേട്ടിട്ടുണ്ട് റബ്ബേ, വ അതഅന, ഞാൻ അനുസരിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം, എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തത് വിജയിച്ചു എന്നറിയാൻ നാലാമത്തെ അടയാളം നമ്മുടെ കൂട്ടുകെട്ടാണ്. ഇന്നിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ചങ്ങാതിമാർ ആരാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മളൊക്കെ സൂറത്തുൽ കഹഫിൽ ഓതിയ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ, നിങ്ങൾ ഒരിക്കലും പിന്നാലെ പോകരുത്. ആരുടെ പിന്നാലെ പോകരുത്? മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, അല്ലാഹുവിൻ്റെ സ്മരണകളെ, അല്ലാഹുവിൻ്റെ ദിക്റുകളെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോകരുതേ. ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്, അങ്ങനെ അശ്രദ്ധമാക്കുന്നവരുടെ കൂടെ പോകരുത്. വത്തബഅ ഹവാ, അങ്ങനെ നിങ്ങൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ടായിരിക്കും പിന്നെ ജീവിക്കുക. പിന്നെ പ്രവാചകന്റെയോ വിശുദ്ധ ഖുർആന്റെ സുന്നത്തിന് എന്ത് ചെയ്യൂല, നിങ്ങൾ പിൻപറ്റൂല. അവനവന് തോന്നിയത് അവൻ ചെയ്യുന്ന അവസരത്തിലേക്ക് അവൻ പോകും. എന്തേ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമോ, അതെന്റെ ഇഷ്ടമല്ലേ, മൈ ചോയ്സ്, മൈ ബോഡി എന്നൊക്കെ പറയുന്ന ഇന്നിന്റെ ജനതയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ ബോഡിയല്ലേ, ഞാൻ എന്തും ചെയ്യും എന്നുള്ള അർത്ഥത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകും. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കൂട്ടുകെട്ടിലാണോ നമ്മുടെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്യും, നമ്മെ മാറ്റിമറിക്കുമെന്നുള്ളതാണ്. നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സൗഹൃദം, നമ്മുടെ സാമൂഹികമായ ജീവിതം അതാരായിരിക്കണമെന്ന് ഓരോരുത്തരും കൃത്യമായി കൊണ്ടെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ തഖ്വ ഉണ്ടോ എന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകൂനൂ മഅസ്വാദിഖീൻ, സകല കള്ളന്മാരുടെ കൂടെയല്ല നിങ്ങൾ പോകേണ്ടത്, മറിച്ച് നിങ്ങൾ സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കണം നിങ്ങളുടെ കൂട്ടുകെട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ചങ്ങാത്തം ആരുമായിക്കൊണ്ടാണ് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലോ, നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും നിങ്ങൾ.
അത്ര ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കണമെങ്കിൽ നല്ല കൂട്ടുകാരനെ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിന്റെ പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ചു, ഇദാ അറാദല്ലാഹു ബി അമീരി ഖൈറാ ബിൽ അമീരി ഖൈറാ, അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചാൽ നേതൃത്വമുള്ള ആളുകൾ, നേതൃത്വം ഏറ്റെടുത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിൻ്റെ നേതൃത്വം, സാമൂഹികമായ നേതൃത്വം, സംഘടനാപരമായ നേതൃത്വമൊക്കെ ഉണ്ടല്ലോ. ആ നേതൃത്വം എടുത്ത ആളുകൾ, അങ്ങനെ ആരെങ്കിലും നേതൃത്വം എടുത്താൽ അള്ളാഹു അവർക്ക് നന്മ ഉദ്ദേശിച്ചാൽ ജഅലഹു വസീറ സിദ്ഖിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യസന്ധനായ ഒരു സഹായിയെ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. നേതൃത്വം ഏറ്റെടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധനായ ഒരു വസീറിനെ, ഒരു കൂട്ടുകാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെന്തെയും അല്ലാഹു നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ജഅലഹു വസീറ സിദ്ഖിൻ, സത്യസന്ധനായ ഒരു സഹായി അള്ളാഹു അവർക്ക് കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വല്ലതും മറന്നു പോയാൽ ആ കൂട്ടുകാരൻ അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇന്ന കാര്യം ചെയ്യേണ്ടേ, ഇന്ന സ്ഥലത്ത് പോകേണ്ടേ, ഇന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പരിസരത്തുള്ള മഹല്ലിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടേ, ദൈവത്തിന്റെ ഭാഗത്ത് പോകേണ്ടേ എന്ന് ആ നല്ല കൂട്ടുകാരൻ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് മറന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഓർമ്മപ്പെടുത്തും. അവൻ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, അവൻ നിന്റെ ജീവിതത്തിൽ അവൻ നിന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇങ്ങനത്തെ കൂട്ടുകാരാകണം. അങ്ങനത്തെ കൂട്ടുകാരാകുമ്പോൾ ആ കൂട്ടുകാരെന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. നന്മയിൽ അവൻ നമ്മെ സഹായിക്കാറുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധിക്കുക. അതല്ല തിന്മയിലേക്കാണോ നമ്മുടെ കൂട്ടുകെട്ട് നമ്മെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ തിന്മയുടെ കൂട്ടുകെട്ട് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നന്മയുടെ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കണം കൂട്ടരെ. ഇല്ലെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവർ മുടക്കം പറയും. എത്രത്തോളം നമ്മുടെ കൂട്ടുകെട്ട് ശരിയായിട്ടില്ലെങ്കിൽ കല്യാണപ്പുരയിൽ പോലും ഇന്ന് കൂട്ടുകാർ കാട്ടിക്കൂട്ടുന്ന ആഭാസരങ്ങൾ എന്തൊക്കെയാ? ഈ അടുത്ത് നടന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള കാരണന്മാർ പറഞ്ഞു, ഇവിടുന്ന് പടക്കം പൊട്ടിക്ക് അത്ര കാര്യങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവസാനം അടിയിൽ പിരിഞ്ഞു. എന്നാ നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വൈദാ അറാദ ബിഹി ഗൈറ ദാലിക, നന്മയല്ല അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ ജഅലഹു വസീറ സൂഇ, അല്ലാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു കൃത്യമായി വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന് ചീത്ത സഹായിയെ അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. നല്ല കൂട്ടുകെട്ട് കൂടിയിട്ടില്ലെങ്കിൽ, അതല്ലാത്തതിലേക്കാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് അവനെ എത്തിക്കും. എന്നിട്ടോ അവന്റെ സ്വഭാവം എന്താണ്? അവൻ വല്ലതും മറന്നാലോ അവൻ ഓർമ്മിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അവൻ പറയും ഇന്ന് വേണ്ട നാളെയാകാം, നാളെ പറയും പിന്നെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് നന്മയെ മുടക്കിക്കൊണ്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ പെടാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമസ്കരിക്കുവാൻ സമയമായപ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടി ആ പള്ളിയിൽ കയറി ഒന്ന് ജമാഅത്ത് നമസ്കരിക്കുവാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നല്ലതല്ലെങ്കിൽ അവൻ പറയും അടുത്ത പള്ളിയിലാകാം, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്താകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരാജയപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബാങ്കിന് സമയം കേൾക്കുമ്പോൾ, അങ്ങാടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കൂട്ടി പള്ളിയിലേക്ക് പോരാതെ അവൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഗൗരവത്തോടു കൂടി ആലോചിച്ചോളി. നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണോ ഇല്ലെന്ന് നമ്മൾ പരിശോധിക്കണം. ആ കൂട്ടുകെട്ട് നന്നായാലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവൻ വിജയിച്ചിരിക്കുന്നു.
ഓർത്താൽ മാത്രമല്ല അവന് എന്തെങ്കിലും മറന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയുമില്ല. ഇനി ഓർത്താലോ അവൻ നമ്മളോട് സഹകരിക്കുക പോലുമില്ലാത്ത കൂട്ട് ചങ്ങാത്തം പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിന്റെ ഭവിഷ്യത്ത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മനുഷ്യൻ വിചാരണ നൽകുന്ന സമയമുണ്ട് നാളെ പരലോകത്ത്. ആ സമയത്ത് അവന്റെ വിരൽ കടിക്കുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ വിരൽ കടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അള്ളാഹുവിന്റെ മുമ്പിൽ അവനെല്ലാം കാണും, സ്വർഗത്തെ നരകത്തെയൊക്കെ. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ അവന്റെ ഹൃദയത്തോട് സംസാരിക്കും. അല്ലെങ്കിൽ ആ മനുഷ്യൻ പറയും യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നവനെ സുഹൃത്തായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ വിലപിക്കുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് കൂട്ടരെ. പരലോകത്ത് ചെല്ലുമ്പോൾ വിരൽ കടിക്കുന്ന വിശുദ്ധ ഖുർആൻ പറയാ. ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. ഇന്നിന്റെ യുവതലമുറ അവരുടെയൊക്കെ കൂട്ടുകെട്ട് അതെത്രമാത്രം അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ് പോകുന്നു നോക്കുക. ലഹരി പോലെയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് ഓരോ ദിവസവും പത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാ. പകൽ മാന്യന്മാരായിരിക്കും, രാത്രിയോ ആരും കാണാതെ തിന്മകൾ ചെയ്യുന്ന ആളുകൾ. തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ രണ്ടെണ്ണം അടിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരനാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്ന് ചിന്തിക്കുന്ന സമൂഹം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിരൽ കടിക്കേണ്ടി വരും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ. ഇത്തരം ആളുകളെയാണ് നിങ്ങൾ ചങ്ങാത്തം കൂട്ടിയതെങ്കിൽ, ഇത്തരം ആളുകളുടെ ക്ലബിനാണ് നിങ്ങൾ കൂടിയതെങ്കിൽ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയ നല്ല കൂട്ടുകാരനെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല കൂട്ടുകാരൻ ഏറ്റവും നല്ല ഉപമ പറഞ്ഞത് അത്തർ വിൽക്കുന്നവനെ പോലെയാണ്. അത്തർ വിൽക്കുന്നതിൻ്റെ അടുക്കൽ ചെന്നാൽ അത് വാങ്ങാം, വാങ്ങിയിട്ടില്ലെങ്കിൽ നല്ല സുഗന്ധമെങ്കിലും നമുക്ക് ലഭിക്കും. ചീത്ത കൂട്ടുകാരനെ പ്രവാചകൻ വിശദീകരിച്ചത് കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. കൊല്ലപ്പണി എന്നുള്ളത് മോശമുള്ള പണിയായതുകൊണ്ടല്ല, ഉപമ നടത്തിയത് പ്രവാചകൻ. ആ കൊല്ലപ്പണിക്കാരൻ്റെ അടുക്കൽ ചെന്നാൽ കരിയും പുകയുമാണ് കിട്ടുക. നമ്മുടെ ശരീരത്തിലേക്ക് അത് വന്നു വീണാൽ ശരീരത്തിൽ എന്തെയും വസ്ത്രം ചിലപ്പോൾ നുരുമ്പിച്ച് ഓട്ടയാകാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി എത്രയും നല്ല ഉദാഹരണത്തോടി അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് അത്തർ വിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയുള്ള കൂട്ടുകാരുമായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സഹവാസം നടത്തി മുത്തക്കികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.